അവിടെ മക്കളെ ബഹളം ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നല്ലേ അപ്പ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇബ്രാഹിം, രണ്ടുപേരും സൂപ്പർ. ആഹാ. ഉമ്മച്ചി ലൈവ് ഇടട്ടു മക്കളെ, കരയല്ലേ മക്കളെ? അങ്ങ് പോയി സൈക്കിൾ എടുത്തോണ്ട് അങ്ങ് പോ, പെട്ടെന്ന് അങ്ങ് പോയി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ. ഉപ്പാക്ക് സലാം പറയൂ. ആരോഗ്യവും ആയുസ്സും കൊടുക്കട്ടെ. ആമീൻ. ഹായ് ബഹ്റൈൻ, കാസർഗോഡ്. പാപ്പേനെയും ഉമ്മേനെ എന്താണ് യൂട്യൂബ് ചാനലിൽ കാണിക്കാത്തതെന്ന് വെച്ചാലേ, ഒരു വയസ്സായ ഒരു മനുഷ്യനാണ്. നിങ്ങൾ എൻ്റെ വാപ്പായ എന്തൊക്കെയോ 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ സഹിക്കുന്ന കാര്യമല്ല. ഒരുപാട് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാണ്. എൻ്റെ വീട്ടിലോട്ട് വന്ന് ലൈവിന് വേണ്ടി, കാരണം വെച്ചാൽ അവിടെ നാത്തൂനുണ്ട്, മക്കളുണ്ട്, എല്ലാവരും കൂടെ സംസാരിക്കാൻ പറ്റൂല. പിന്നെ ബീനിനെ കുറിച്ചിട്ട് പറയണ്ട, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട എന്നും പറഞ്ഞിട്ടാണ് ഇരിക്കണത്. കാരണം ബീൻ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാക്ക് എന്താ ഒരു ഫോണുള്ളതാണ്, ലോകം മൊത്തം കാണുന്നതാണ്. ഇത്രയും അവസ്ഥയിൽ എൻ്റെ ഉമ്മേനെയും വാപ്പേനെയും കൊണ്ടുവരണം. എങ്കിൽ ഞാനിപ്പം നിങ്ങളെ മുമ്പ് പറയണം, വാപ്പാരെ മോളെ കളഞ്ഞിട്ടേക്കാണ് വാപ്പാ. എനിക്ക് ഒരു മോളെ ഉള്ളു, 2 ആൺപിള്ളേരുടെ ഇടയിൽ. എൻ്റെ മോളെ ഞാൻ മരിക്കുന്ന കാലം വരെ ഞാൻ ചേർത്ത് പിടിക്കുന്നതെല്ലാം കളയില്ല. ആര് തന്തയിലാര് പറഞ്ഞാലും ശരി, എൻ്റെ മോളെ ഞാൻ ആ രീതിയിൽ അഴിച്ചുവിട്ടല്ല വളർത്തുന്നത്. പിന്നെ ഉമ്മ ഇപ്പൊ വാപ്പതാ സർജറി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. ഇത്രയും 3-4 മാസം കൊണ്ട് എന്നെ കുറിച്ച് വീഡിയോ ചെയ്ത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് നിർത്തും. ഇതിപ്പോ എൻ്റെ റബ്ബർ തോട്ടത്തിലെ കാര്യമായി. ഞാൻ ജോലി ചെയ്യണം, എൻ്റെ ജോലി ഇല്ലാണ്ടായി, ബാക്കി കാര്യമില്ലായി. എൻ്റെ മക്കൾക്ക് 3 പേർക്കും എൻ്റെ വാപ്പായെ കൊണ്ട് ഇനി അധ്വാനിക്കാൻ പറ്റൂല. ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത് എന്താണ്, ആരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. എൻ്റെ ഉമ്മ എൻ്റെ വീട്ടിൽ കയറ്റാതിരിക്കേ, എൻ്റെ ഉപ്പ എന്നെ കയറ്റാതിരിക്കുക അല്ല ചെയ്യണത്. വാപ്പ ആദ്യം വാപ്പാക്ക് ഒരു സർജറി കഴിഞ്ഞ്, ഈ അലവൊക്കെ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്നു. പിന്നെ തല സർജറി ചെയ്ത്, ഇപ്പൊ കിഡ്നിയുടെ കാര്യം. ഈ ഉമ്മേനെയും വാപ്പേൻ്റെയും മകളായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഉമ്മക്ക് എന്തിനാണ് പറയാനുള്ള മോളെ കുറിച്ച്? എൻ്റെ മോളെ കണക്ക് നല്ലൊരു മോളില്ല. അത്രയും ഞാൻ കൊച്ചിനെ കണ്ടപ്പെട്ട് അവള് വയ്യാതെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഖുർആൻ ഇരുന്ന് ഓതിയാണ് ഞാൻ 23 ദിവസം എൻ്റെ കൊച്ച് ഐസി കിടന്ന കുട്ടിയാണ്. ഒരു അടി പോലും അടിച്ചല്ല ഞങ്ങൾ വളർത്തിയത്. എൻ്റെ പൊന്നുമോളെ വളർത്തി എത്തിച്ചു കൊടുത്തു. പക്ഷെ അതിന് ദുഃഖമായിപ്പോയി, ജീവിതം പരാജയമായിപ്പോയി. അതിന് അവൾ ഒരു തെറ്റും ലോകത്ത് ചെയ്തിട്ടില്ല, ഒരു തെറ്റും എൻ്റെ മോള് ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞ കേട്ട് സഹിക്കുന്നില്ല, എനിക്ക് ഉറക്കമില്ല ഇത് കേട്ട്. അത്രയും പ്രയാസപ്പെട്ടാണ് ഇന്ന് ഞാൻ ആ ചാനൽ കണ്ടിട്ട് ഞാൻ കണ്ണുനീരല്ല, രക്തമാണ് ചിന്തി ഒഴുകുന്നത് എൻ്റെ മോളെ പറ്റി പറഞ്ഞപ്പോഴും. ഞാൻ എന്ത് ചെയ്യും റബ്ബേ എന്ന് 5 നേരം നിസ്കരിച്ച് സുജൂദിൽ കിടന്ന് ഞാൻ കരഞ്ഞാണ്. സുബഹി നമസ്കരിച്ച് ഞാൻ കരഞ്ഞു. ഞാൻ നിസ്കരിച്ചിട്ട് 5 നേരം ഇപ്പോഴും ഇഷ നിസ്കരിച്ചിട്ടാണ് ഞങ്ങൾ 2 പേരും കൂടെ ഇവിടെ വരുന്നത്. എൻ്റെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല, ദുനിയാവിനകത്ത് ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ വീടിന് വേണ്ടി ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ട്, ബാക്കി കാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ആരെയും വീട്ടിൽ ചെന്നിട്ട് സഹായം ചോദിച്ചിട്ടില്ല. ആരെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കളെ പറ്റിയും ഇവരൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഇതൊരു വാക്ക് സ്ട്രെസ് അടിക്കാൻ. ഞാൻ പറയും, ഒരു സ്ട്രോക്ക് വന്നൊരു മനുഷ്യനാണ്. അവളെ ഭർത്താവിന് സ്ട്രോക്ക് വന്നില്ലേ, അതുപോലെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. ഉപ്പാക്ക് ചുള്ളിക്കെട്ട് കോതിപ്പറക്കാണ്. എൻ്റെ വാപ്പാക്ക് പ്രായമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഈ ലോകം മൊത്തം കാണുന്നതാണ്. ഇവർ മരണപ്പെട്ടു പോയാലും, എൻ്റെ വാപ്പയും അമ്മയും മരണപ്പെട്ടു പോയാലും, അല്ലെങ്കിൽ ഞാൻ മരിച്ചാലും എൻ്റെ മക്കളെ നോക്കേണ്ടിയുള്ള അവരാണ്. എനിക്ക് ആണും പെണ്ണും ഉണ്ട്. എൻ്റെ മക്കൾക്ക് സമൂഹത്തിൽ ജീവിക്കണം. ഞാൻ എൻ്റെ മക്കൾക്ക് നിങ്ങൾ പറയണതെല്ലാം കേട്ടിട്ട് ഞാനിവിടെ കണ്ണീരോട് ഇരിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ തെറ്റ് വേണം. റബ്ബറും തോട്ടത്തിൽ ആ ലോകം മൊത്തം കണ്ട വീഡിയോയാണ്. ആരെല്ലാം എടുക്കുന്നത്? നീ 5 മാസം കൊണ്ട് നിർത്ത് ഞാൻ പറഞ്ഞില്ലേ? എൻ്റെ ഉമ്മയെ ഇറക്കി കളഞ്ഞേക്കല്ല. എൻ്റെ മോളെ കുറിച്ച് ആരാണ് അനാവശ്യം പറഞ്ഞതെന്നുള്ളത് എനിക്ക് ക്ലിയറായിട്ട് അറിയണം. എനിക്ക് എൻ്റെ തെളിവ് കിട്ടണം. അള്ളാഹു റസൂൽ ഒഴിച്ച് ബാക്കി ആര് പറഞ്ഞാലും ഞാൻ ജീവിച്ചിരിക്കും, ഞാൻ അതിന് മറുപടി ഞാൻ ചോദിക്കും. നിങ്ങളെ പോലെ അത്ര വിദ്യാസവും വിവരം ഒന്നും നമുക്കില്ലെങ്കിലും നിങ്ങളൊക്കെ മൂർച്ച വെച്ച വാക്ക് നമുക്ക് പറയാനില്ലെങ്കിൽ, എനിക്കൊരു ഉമ്മയും വാപ്പയുണ്ട്. ഞാൻ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഉമ്മാനെയും വാപ്പാനെയും കൊണ്ടുവരാത്ത കാര്യം എന്തെന്നറിയാമോ?
അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടമല്ല. കേസിന്റെ കാര്യം എല്ലാം മുന്നോട്ട് പോവുകയാണ്. പിന്നെ എൻ്റെ കൊച്ചിനൊരു വീട് വെക്കണമെന്നും പറഞ്ഞ് ഞാൻ പഞ്ചായത്തിൽ കൊടുത്തിരുന്നു. പഞ്ചായത്തിന് വീട് അനുവദിച്ച്. പക്ഷേ താമസം വരുന്ന ഈ 3 കുട്ടികളും അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കരഞ്ഞ് എൻ്റെ ഉമ്മാരുടെ അടുത്ത് പറഞ്ഞു, ഉമ്മ എൻ്റെ പൊന്നുമോൾ എന്ത് ചെയ്യും? എൻ്റെ ഉമ്മ എൻ്റെ മൂത്ത സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞ്, മോനെ ഞാനൊരു കാര്യം പറഞ്ഞാന്ന് വെച്ചു, ഒസിയത്ത് എന്ന് ചോദിച്ച പറഞ്ഞ് ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ് ഉമ്മ പറഞ്ഞതാണ്, മോനെ നെജിലാക്ക് ഒരു റൂം, ഒരു അടുക്കള, ഒരു ബാത്റൂം കിട്ടി ആ കുഞ്ഞുങ്ങളെ ഇവിടെ താമസാക്കണം. ഇൻഷാ അല്ലാ നമ്മൾ കാക്ക പോയി 3ൻ്റെ അന്ന് എൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവ് വിളിച്ചു പറഞ്ഞിട്ട് മലാമിയെന്ന് വിളിച്ച് പറഞ്ഞ് ഇവിടെ ഒരു വീടും 2 റൂമും, ഒരു അടുക്കള, ഒരു ബാത്റൂം, സിറ്റ് ഔട്ടും കൂടെ കിട്ടണം. അങ്ങനെ വരിയാക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഷാഹിദ മറ്റന്നാൾ കുറ്റി വയ്ക്കാൻ വരും. ഉമ്മായും എൻ്റെ ചേട്ടത്തി എല്ലാവരും കൂടെ വന്ന് കുറ്റി വെച്ച് ഉമ്മ ഫസ്റ്റിലെ 5000 രൂപ ബിസ്മീൻ ജെല്ലി എടുത്ത് കൊടുത്ത് കുറ്റി വെച്ച് റാത്ത. എൻ്റെ സഹോദരനാണ് പേസ്മെൻറ്റ് 1,68,000 രൂപ പേസ്മെൻറ്റിനായി കിണർ. ആരും 1 രൂപ ഇതിൽ നിന്ന് എടുത്തല്ല. കാക്കാര വകയാണ്, എൻ്റെ കാക്കാര വകയാണ്. പിന്നെ പോരാക്കുറവുള്ളത് മാമച്ചീരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇടുന്നത്. അന്ന് എനിക്ക് 2K 3K ഒക്കെയാണ് വീട് കാണുന്നത്. അന്ന് എനിക്ക് 10K ഉള്ളപ്പോഴത്തേക്കാണ് ഇത്. പിന്നെ ഷാജിൻ്റെ വരവോടുകൂടിയാണ് എൻ്റെ വാപ്പാക്കറിയാം എൻ്റെ ബാങ്ക് ബാലൻസ്. ബാക്കി ആർക്കും അറിയാം, നിങ്ങളെല്ലാവരും അറിയണം എനിക്ക് എന്ത് സംഭവിച്ചു പോയാലും. പക്ഷേ ബാക്കി എന്ത് ഞാൻ സഹിക്കും. ഈ മെനിങ്ങാന്ന് 4 പറഞ്ഞ വീഡിയോസ് ഒന്നും ഞാൻ സഹിക്കൂല. നിങ്ങൾ എന്തോ പറഞ്ഞു, ബീൻ ഫാമിലി ആണെങ്കിൽ എന്നെ ഒന്നും നിങ്ങൾക്ക് പേഴ്സണലി അറിയണം. ബാക്കി കാര്യം പറഞ്ഞ വാപ്പായെ അത് മാത്രമല്ല, ഈ തെറ്റ് അങ്ങനെ ഇവരാരെങ്കിലും കണ്ടിട്ടാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. അതിനെന്ത് നടപടി വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷേ അവള് ഈ പറഞ്ഞവളും ഒരു പെണ്ണാണ്, ഇതും ഒരു പെൺകൊച്ചാണ്. ഇതൊരു കൊച്ചു പെണ്ണാണ്. അത് മാത്രമല്ല, ഇതിനെ കെട്ടിയെടുത്തെനിക്ക് അവൻ പ്രായപൂർത്തിയായെന്ന് അവർക്കൊരു സംശയം പോലും. എല്ലാ കാര്യങ്ങളും അവന് 16 വയസ്സും കണ്ടേ ഉള്ളൂ, 21 വയസ്സേ ഉള്ളൂ. അത് അവളെ കുടുംബത്തിൽ നിന്നും അല്ല കിട്ടിയത്, ഈ പറഞ്ഞ ഒരുത്തികളെ. അത് ഇവിടെ വന്ന് ചോദിച്ചാൽ മാത്രമല്ല, ഞങ്ങളുടെ ഒരു ബന്ധുമുഖം ഞങ്ങൾ പരിചയപ്പെട്ട് ഇവിടെ വന്ന് ചോദിച്ചു. ഇവിടെയൊക്കെ ഞങ്ങൾ അവൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെടാൻ പോയപ്പോൾ അവൻ പറഞ്ഞെന്താണ്, ഇത് കഴിയട്ടെ, ഞാൻ പറയാൻ പിന്നീട് ബന്ധപ്പെട്ടാൽ മതിയെന്ന്. അവൻ്റെ വാപ്പ മാമനോട് അവിടുത്തെ പേരെന്തേരി ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ അവൻ്റെ പാസ്പോർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ പോക്കറ്റിൽ നിന്ന് വൈകിയും പിടിച്ചുകൊണ്ട് പോയാണ് ഇവൻ ഈ പാസ്പോർട്ട് മേടിച്ചുകൊണ്ടിരുന്നത്. അവൻ പറഞ്ഞ് എൻ്റെ വാപ്പ കൊള്ളൂല, നമുക്ക് സഹകരിക്കാൻ കൊള്ളൂല, അത് പിന്നീട് അവരുമായിട്ട് ബന്ധപ്പെടാൻ ഞാൻ പറയാം. എന്നിട്ട് അവൻ്റെ വാപ്പ വിളിക്കുമായിരുന്നു, അവൻ്റെ അനിയന്മാർ വിളിക്കുമായിരുന്നു. ഞങ്ങളതിന് മറുപടി പറഞ്ഞ് സലാവും പറഞ്ഞു വിടും. ഞാൻ വിളിച്ചിട്ടുണ്ട് ഷംസുവിന്റെ ഉമ്മ. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഫാമിലി, എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ ഒരിക്കലും കളയൂല. ആരും കളയൂല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു പോയാലും എൻ്റെ മസ്റൂറാക്ക്, എൻ്റെ മുത്തുമോനിക്ക്, എൻ്റെ മിച്ചുമോനിക്കും എൻ്റെ സഹോദരങ്ങൾ ഇരിക്കണം. ജന്മം കൊണ്ട് തന്തയല്ല. അതുകൊണ്ട് ഇന്നിപ്പം നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് വാപ്പാനെ നമ്മളെല്ലാം ഇറങ്ങാൻ തയ്യാറാണ്. അവരുടെ ഇന്ന് എൻ്റെ ചെറുമക്കളുടെ തന്തയായിട്ടും അപ്പൂപ്പൻ തന്തയായിട്ടുമാണ് ഞാൻ ജീവിക്കുന്നത്. ഇനി ഈ എൻ്റെ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞ് എനിക്ക് ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. അത് ഞാൻ പോവുകയും ചെയ്യും. ഈ വയ്യാത്ത നിങ്ങൾക്ക് സന്മനസ്സുള്ളവർക്ക് ഇതിൽ സഹകരിക്കാം, അല്ലാത്തവർക്ക് ഇന്ന് ഒഴിവാകാം. പക്ഷെ അവർക്ക് തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്താൻ നിൽക്കരുത്. കാരണം എൻ്റെ മോള് പാലെടുക്കാൻ പോയതേ എൻ്റെ ഇളയടിയ എൻ്റെ ഭാര്യയുടെ ഇളയ സഹോദരനാണ് റബ്ബർ വെട്ടുന്നത്. എൻ്റെ മൂത്താപ്പാരെ മോൻ്റെ തോട്ടത്തിലാണ്. അതൊന്നും നിങ്ങളെ മുമ്പിൽ പറയാഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? നിങ്ങൾ ഇതിനകത്തിട്ട് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമെന്ന് കണക്കൂട്ടിയിട്ടാണ്. ഇത് അന്യടുത്ത് മക്കളല്ല. മാത്രമല്ല, ഞാനൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കൊച്ചുങ്ങളെ ഒരുത്തരും അനാവശ്യം പറഞ്ഞിട്ടില്ല. ഇപ്പം ഏതോ തന്തയില്ലാത്ത മക്കൾ ഇത് പറഞ്ഞു. അത് എവിടെ കൊണ്ടുപോയിട്ടാരും ശരി ഞാൻ ചോദിക്കും. കാരണം എനിക്കൊരു മോള് വളർന്നു വരുന്നത് പോട്ടെ, മോള് നമ്മൾ അവസാനം വരെ ഇരുന്ന് മോള് സംരക്ഷിച്ചോളാമെന്ന് അള്ളാഹു നമ്മൾ എഗ്രിമെന്റ് എഴുതിയിട്ടില്ല. അത് പോട്ടെ, റബ്ബ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാം. പക്ഷേ എൻ്റെ മോളെ മാനത്തിന് വില പറഞ്ഞ ഏത് തന്തയില്ലാത്ത മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അതിന് മറുപടി എനിക്ക് കിട്ടണം. ഞാൻ നാളെ പോലെ ഇതിനു വേണ്ടി ഞാൻ മുൻകൈ എടുത്ത് മുമ്പോട്ട് ഇറങ്ങിയാണ്. ഇത്രയും നാളും എൻ്റെ മോൾ ഇത് കളിവട്ടം പോലെ ആക്കി എൻ്റെ അടുത്തും എൻ്റെ മോളൊരു വാക്ക് പറഞ്ഞിട്ടുമില്ല. എനിക്ക് ഇതുപോലത്തെ മൊബൈലും ഇല്ല. ഞാൻ ഈ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുമുണ്ട്.
ഇവള് ഒരു ദിവസം എൻ്റെ ഭാര്യ എന്നെ കാണിച്ചെന്ന് ഇവള് പറഞ്ഞ് ഇവളെ ഭർത്താവ് 4 വർഷമായി കിടപ്പായിട്ട് അവളെ ഇപ്പോഴത്തെ കുട്ടിക്ക് പിന്നെ 2.5 വയസ്സേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ നമുക്ക് യാതൊരു പരിചയവുമില്ല, നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ടുകളൊന്നും അറിയില്ല. അപ്പം എൻ്റെ മോളെ കുറിച്ച് ഈ അനാവശ്യം റബ്ബർ ഓടത്ത് ചെന്ന് എൻ്റെ മോൾ എന്താണ് കാണിച്ചതെന്നും എൻ്റെ മോളെ എന്താണ് കാണിച്ചതെന്ന് എൻ്റെ മോളെ കൂടെ ഏതാ 3-4 ചെറുപ്പക്കാരൊക്കെ എൻ്റെ മോളെ പറക്കാണെന്ന് പറഞ്ഞ് ആരാണെന്നും ഏവളാണ് അവിടെ കൊണ്ടാക്കിയതെന്നും സാക്ഷിയായിട്ട് എന്ന് കണ്ടത് ഏവളാണെന്നും അല്ലെങ്കിൽ ഏവനാണെന്നും എനിക്കറിയണം. അത് പറയിക്കത്തക്ക സ്ഥലം എവിടെയാണെന്നുള്ളത് കേരളത്തിനകത്ത് ഉണ്ടായിട്ടെന്ന് ഞാൻ തിരക്കും. തിരക്കിയിട്ട് ഞാൻ പോവും അവിടെ. എൻ്റെ മോളെയും കൊണ്ടുപോകില്ല, ഈ റെക്കോർഡ് മതി എനിക്ക്, ഞാൻ പോവും. ഏത് തന്തയില്ലാത്ത മക്കൾ പറഞ്ഞാലും എനിക്ക് അതിന് മറുപടി പോലും കോടതിയിൽ വെച്ച് എനിക്ക് അറിയണം. പറയിച്ചാൽ ഞാൻ വിടൂ. അല്ല അവിടെ വെച്ച് ഞാൻ മരിക്കുകയാണെങ്കിൽ പോട്ടെ. പിന്നെ എന്റെ കൊച്ചു ആലിമിന് പഠിച്ചതില്ല 3 വർഷം. അത് മാത്രമല്ല ഇന്നലെ പറഞ്ഞിട്ട് എന്റെ മോളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി പോലും. ഈ പറഞ്ഞോളെയൊക്കെ പോലെ ഓടയിലല്ല എന്റെ മോള് ജീവിക്കുന്നത്. ഏതാ തന്തയില്ലാത്തോള് പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്ന്. ഇത് ബാപ്പേരെ അമ്മേരെ വീടും കൂടെയാണിത്. ഇത് ആ വീടും ഈ വീടും തുല്യത തന്നെയാ. തുല്യത മാത്രമല്ല, ഇത് ഒരു വിട്ട നീളമുള്ള അപ്പുറമായിട്ട് ഒരു പെരേടത്ത് 2 വീടാണ്. രാത്രി 10 മണിക്ക് ശേഷം ഈ പറഞ്ഞവരൊക്കെയാണ് അവര് പറഞ്ഞൊക്കെ വീട്ടിൽ നിന്നൊക്കെ അടിച്ചിറക്കി കണ്ണി കണ്ടവരെ കഞ്ഞിയും കുടിച്ച് മണയും പറഞ്ഞ് പുപ്പാത്തിലൊക്കെ ഉറങ്ങുന്നത്. എൻ്റെ കൊച്ചുങ്ങൾ എൻ്റെ കൂടെ താമസിക്കാൻ വയ്യാന്ന് പറഞ്ഞ് ആണ് അവര് വാടകയ്ക്ക് പോയത്. കാരണം എല്ലാരും കൂടെ കൂട്ടത്തില്. അപ്പൊ ബാപ്പ ചുള്ളിക്കെട്ട് കോതിപ്പറക്കാണ്. ബാപ്പയ്ക്ക് കൊണ്ടുതരും 10 കിലോ അരിയും അതിനൊക്കെ സാധനം ഉമ്മ ആട്ട വിളിച്ച്. ബാപ്പ 2 ദിവസം കൂടുമ്പോൾ ജോലി ഇല്ലാണ്ടാവുമ്പോ മക്കളെ കാണാൻ വരും. ഈ പാലും മേടിച്ച് ഇറച്ചിയും മേടിച്ച്. നിങ്ങൾ ആരും എന്നെ ഇപ്പോഴല്ലേ കാണുന്നത്, ഇതിനു മുമ്പ് എനിക്കൊരു കാലം ഉണ്ടായിരുന്നു. എന്റെ വാപ്പാക്ക് അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു, ഇന്ന് എന്റെ വാപ്പാക്ക് വയ്യ. എന്റെ കൊച്ചുങ്ങൾ വാടക കിടന്ന സമയത്ത് ഒരു രാത്രിയെങ്കിലും അതിനെയൊക്കെ കാണാനായിട്ട് എന്റെ കണ്ണുനീര് ഒഴുകിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ആ സമയം മഴയായാലും വെള്ളമായാലും എൻ്റെ മക്കളെ ഞാൻ ഫോൺ ചെയ്ത് അതിന്റെ വിവരം അറിഞ്ഞിട്ടേ കിടക്കും. പിന്നെ എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് പറയുന്നത് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. എൻ്റെ വീട്ടിൽ വണ്ടിയൊക്കെ ഉണ്ട്, അത് ഓടിച്ചു പോയി എൻ്റെ മക്കളെ കാണാൻ എനിക്ക് അറിയില്ല. അങ്ങനെ ഞാൻ മൊബൈലിലെങ്കിലും വിളിച്ച് എൻ്റെ കൊച്ചുങ്ങൾ വിവരം അറിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സുഖമല്ല, ബാക്കിയുള്ള ആശുപത്രി അവിടെ ഇവിടെ ആയിട്ട് കിടന്നു. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ എന്തിനാ കിട്ടുന്ന അല്ലെങ്കിൽ ആരൊക്കെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞ് എൻ്റെ മോളിന് വേണ്ടി ഒരുങ്ങി. ഞാൻ ഒരിക്കൽ എൻ്റെ മോളടുത്ത് പറഞ്ഞു, മോളെ ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് ഇല്ല പാപ്പാ ഒക്കെയുള്ളത്, എന്നാൽ ശരി നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞു. അല്ലാതെ അതിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ അടിഞ്ഞാടാൻ പറ്റിയിരിക്കുകയല്ല. അതുകൊണ്ട് ഇതിന് ആരൊക്കെയാണ് സഹകരിച്ചതെന്ന്, ഇത് ആരൊക്കെയാണ് ഈ തന്തയിലാര് പറഞ്ഞതെന്നും അത് റെക്കോർഡ് ചെയ്ത് എൻ്റെ മുമ്പിൽ വെക്കണം. ഇല്ലെങ്കിൽ എന്ത് നിയമമാണ് ഇവിടെ കേരളത്തിലുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാൻ ചെയ്യും, അതിന് ഞാൻ പോകും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ലൈവില്